ദയാവധം നടപ്പാക്കാൻ സുപ്രീം കോടതിയിലെ മാതാപിതാക്കള് ഒരു പരാതി, ഒരു റിട്ട് ഫയൽ ചെയ്തിരിക്കുന്നു. കാരണം 13 വർഷമായിട്ട് തങ്ങളുടെ മകൻ അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. 31 വയസ്സ് പ്രായമുണ്ട് മകനെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈഫ് സപ്പോർട്ടിൽ ആണ് ജീവിക്കുന്നത്. കഴിഞ്ഞ 13 വർഷവും അങ്ങനെ തന്നെ. അതുകൊണ്ട് മകനെ ജീവിതത്തിൽ മടങ്ങി വരുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. 13 വർഷം അവനെ ഞങ്ങൾ നോക്കി. അതുകൊണ്ട് ദയാവധത്തിലേക്ക് മകനെ പറഞ്ഞു വിടണം എന്നാണ് മാതാപിതാക്കളുടെ റിക്വസ്റ്റ്. സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് JB പർദിവാലയുടെയും ജസ്റ്റിസ് KV വിശ്വനാഥന്റെ ബെഞ്ചിലാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ ദയാവധം നടപ്പാക്കിയിട്ടുണ്ടോ? വളരെ റയറായിട്ട് 1-2 സംഭവം ഉണ്ടായതായിട്ടാണ് ഒരു ഓർമ്മ. പക്ഷെ ഇപ്പം വന്നിരിക്കുന്നത് ഈ ദയാവധം നടപ്പാക്കണം എന്നാണ് അവരുടെ റിക്വസ്റ്റ്. പക്ഷെ സുപ്രീം കോടതി എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കില്ലല്ലോ. സുപ്രീം കോടതി ഈ അവസ്ഥ കണ്ടു. ഇറ്റ് ഈസ് എ സാഡ് റിപ്പോർട്ട്. വി കനോട്ട് കീപ് ദിസ് ബോയ് ഇൻ ദിസ് സ്റ്റേജ്. ഇതുപോലെ ആ കൊച്ചിനെ അല്ലെങ്കിൽ 31 വയസ്സുകാരനെ ഇങ്ങനെ ജീവിക്കാൻ അനുവദിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ്. കാരണം അത്ര പരിതാപകരമായ അവസ്ഥയിലാണ് ആ ഹൃദയം ഇടിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയായാലും എയിംസിനെ ഒരു മെഡിക്കൽ റിപ്പോർട്ടിനെ ഹാജരാക്കാൻ ചുമതലപ്പെടുത്തി. അവിടുത്തെ ഡോക്ടേഴ്സ് ഹാരിഷ് ഫ്രാൻസിസ് എന്ന ഡോക്ടറും അവരും സംഘവും ഇത് പരിശോധിച്ചു. റിപ്പോർട്ട് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യത്തിലെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭട്ടി ഹാജരായി. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് റഷീം നന്ദകുമാർ ആ കുടുംബത്തിന് വേണ്ടിയും ഹാജരായി. അവരുടെ വാദഗതികളെല്ലാം സുപ്രീം കോടതി കേട്ടു. കാരണം ഇതിനകത്ത് ചില കാര്യങ്ങൾ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജസിനും സോളിസിറ്റർ ജനറലിനും അവരുടെ വക്കീലിനൊക്കെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അബോധാവസ്ഥയിൽ കിടക്കുന്ന പല ആൾക്കാരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ചിലരെ വിളിച്ച വിളി കേൾക്കും, പക്ഷെ മറ്റു കാര്യങ്ങൾ സംസാരിക്കത്തില്ല. കണ്ണിന് ചിലപ്പം ചലനം ഉണ്ടാകാം. അത് 10-13 വർഷം ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതാണോ അവസ്ഥ? അതുകൊണ്ടാണ് എയിംസിലെ ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ട് ചോദിച്ചത്. അങ്ങനെ ഒരാളെ കൊല്ലാൻ പറ്റുമോ? അല്ലെങ്കിൽ അതൊരു കൊലപാതകത്തിലിട്ടല്ലേ പോവുള്ളൂ? അങ്ങനെ ഒരാളെ ദയാവധം അനുവദിക്കാമോ? ഇങ്ങനെയൊക്കെ ധാരാളം പ്രശ്നങ്ങൾ അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതി വളരെ സൂക്ഷ്മതയോടെ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഡോക്ടർമാരുടെ ഒപ്പീനിയൻ സ്വീകരിക്കുന്നുണ്ട്. മാതാപിതാക്കളുടെ ആവശ്യം ന്യായമാണ്. ആ കുട്ടിയുടെ കിടപ്പ് കണ്ടു, 31 വയസ്സുകാരൻ്റെ. ഏതായാലും 18 വയസ്സിലുള്ള ശേഷമാണ് ഈ കണ്ടീഷനിലേക്ക് വന്നത്. 18 വയസ്സ് വളർത്തിയ കുട്ടിയാണ്. ഏതായാലും എന്ത് ചെയ്യണം എന്ന് വീട്ടുകാർക്ക് ഇപ്പം ഒരു നിവൃത്തിയില്ലാതെ വന്നിരിക്കുന്നു. സാമ്പത്തികമായി വലിയ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അവർ സുപ്രീം കോടതിയുടെ കാരുണ്യത്തിന് വേണ്ടി നിൽക്കുകയാണ്. ദയാവധം തന്നെ നടപ്പാക്കണം. യൂത്തനേസിയ എന്നൊക്കെ നമ്മൾ അതിന് പറയും. ദയാവധത്തിന് ഒരു പാസീവ് യൂത്തനേസിയ നടപ്പാക്കണം. വിഡ്രോയിങ് ആർട്ടിഫിഷ്യൽ ലൈഫ് സപ്പോർട്ട് മാറ്റണം എന്ന് വീട്ടുകാർ പറയുന്നത്. എന്തായാലും വളരെ സൂക്ഷ്മമായിട്ട് വേണം ഇത് കൈകാര്യം ചെയ്യാൻ. കാരണം ഇതുപോലെ ധാരാളം കേസുകൾ സുപ്രീം കോടതി മുമ്പിൽ വരാം. ഏതായാലും യഥാർത്ഥത്തിൽ ഈ 31 വയസ്സുകാരൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് ഡോക്ടർമാരുടെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ മാത്രമേ ദയാവധം സുപ്രീം കോടതി അനുവദിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഒരാളെ വിളിച്ചാൽ വിളി കേൾക്കുകയും കണ്ണുകൾ ചലിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരനക്കവുമില്ലാതെ ബ്രീത്ത് മാത്രം നിശ്ചലമായി കിടക്കുകയും ബ്രീത്ത് മാത്രം ഉണ്ടാകുകയും ചെയ്ത് അതേ സമയത്ത് ആഹാരം കഴിക്കുന്നവരും ഉണ്ടാകാം. ചിലർക്ക് ആഹാരം കഴിക്കാതെ വന്നു കഴിഞ്ഞാൽ ലിക്വിഡായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നവരും ഉണ്ടാകാം. അല്ലെ ശരീരത്തിന് ആവശ്യമുള്ള പോഷകാംശങ്ങൾ കുത്തിവെക്കുകയും ചെയ്യാം. പല വിധത്തിലാണ് നമ്മൾ ഇതുപോലുള്ള പേഷ്യൻസിനെ കാണുന്നത്.
അതുകൊണ്ടാണ് കോടതി അതേപ്പറ്റി വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ, ജീവിതത്തിലേക്ക് 100% തിരിച്ചു വരാനുള്ള സാധ്യതയില്ല എന്ന് ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ കോടതിക്ക് ഇത് അനുവദിക്കാൻ ഒക്കുള്ളൂ. എങ്കിലും ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇതൊക്കെ അനുഭവിക്കാൻ പോയ ധാരാളം കേസുകൾ കോടതിന് മുമ്പിൽ വരും. എല്ലാവരും ഇത് ആവശ്യപ്പെടും. അതിനോട് യോജിക്കാൻ കഴിയില്ല. ജീവിതത്തിലെ സ്വാഭാവികമായ ഒരു മരണം ഉണ്ടായാൽ, തീർച്ചയായിട്ടും പ്രായം കൊണ്ടോ രോഗം കൊണ്ടോ ഒരു മരണം ഉണ്ടായാൽ അതൊരു മരണമായിട്ട് തന്നെ നമ്മൾ കണക്കാക്കും. അതേസമയത്ത് വീട്ടിലെ ഒരു അംഗത്തിന്, നമ്മൾ സ്നേഹിക്കുന്ന ഒരു അംഗത്തിന്, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു അംഗത്തിന്, അല്ലെങ്കിൽ വീട്ടിലെ ജനിച്ചു വളർന്ന ഒരംഗം, ആ അംഗത്തിന് ഇതുപോലൊരു അപകടം ഉണ്ടായി, അതിനുശേഷം ആ ആള് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്നതൊക്കെ. അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചു വരുമെന്ന് വീട്ടുകാർക്ക് ബോധമുണ്ടെങ്കിൽ, ഒരു ബോധ്യമുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ് നല്ലതെന്നാണ് വ്യക്തിപരമായി എൻ്റെ അഭിപ്രായം. കാരണം വിളിക്കുമ്പം വിളി കേൾക്കുന്ന മക്കള്, അല്ലെങ്കിൽ സഹോദരങ്ങൾ, അല്ലെങ്കിൽ സഹോദരി, അല്ലെ അമ്മ, അച്ഛന് നമുക്ക് ഉപേക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഈ കാര്യം കൈകാര്യം ചെയ്യാൻ, ഒരു ദയാവധത്തിലേക്ക് വേണമോ ഇല്ലയോ എന്നൊരു തീരുമാനം എടുക്കാനായിട്ട് മെഡിക്കൽ വിദഗ്ധ സംഘത്തിൻ്റെ ഒപ്പീനിയൻ സുപ്രീം കോടതി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അടുത്ത ദിവസം ഇതേപ്പറ്റിയുള്ള തീരുമാനം നമുക്കറിയാൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്.